കർത്താവ് പറയാം, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. 15-ാം വാക്യം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങൾ 12 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 24 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 36 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 72 മണിക്കൂർ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. പിന്നെ നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളയുവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. തൊട്ടച്ചൊക്കെ പറ, തിന്മ ചെയ്യുന്ന മതിയാക്കാൻ പറ. അവിടെ ആരും തൊടുന്ന പോലുമില്ല. തിന്മ ചെയ്യുന്നത് മതിയാക്ക്. എന്നിട്ട് നന്മ ചെയ്യാൻ പഠിപ്പീൻ. ഒന്ന് പറ, നന്മ ചെയ്യാൻ പഠിക്കാൻ പറ. തൂതിലോട്ട് വരിക. എന്നിട്ട് സ്വന്തം പ്രവാചകം പ്രവചിക്കുക, നമുക്ക് തമ്മിൽ വാദിക്കാം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം നിങ്ങളുടെ പാപം കാട്ടിൻ ചുമപ്പാണെങ്കിലും ഹിമം പോലെ ഞാൻ അതിനെ ഹിമത്തോളം വെളുപ്പിച്ചു തരാം. ഇപ്പൊ നീ എത്ര അകന്നാലും നിന്നെ അടുപ്പിക്കാൻ പ്ലാനുണ്ട്. എത്ര വലിയ കഠിന പാപം നിന്നിലുണ്ടെങ്കിലും പരിഹാരം തരാൻ പ്ലാനുണ്ട്. മനസ്സിലായി? ദൈവത്തിന് സ്വന്തം ബൈബിളിലെ ഏറ്റവും വലിയ വാക്യമാണ്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്തോ ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുകൊട്ടെ, ഇതൊരു വൈറ്റ് തുവാലയാണ്, വെള്ളത്തുവാല. ഇത് ഇവിടെ ഒരു ബ്ലഡിനകത്ത് ഇട്ടേച്ച് തിരിച്ചെടുത്താൽ, സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ഉറപ്പായിട്ട് റെഡ് തുവാലയാവും. സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ ആൻറ്റി ധരിച്ചിരിക്കുന്ന ആ ചുമന്ന ഷാള്, സ്തോത്രം, ഈ രക്തത്തിനകത്ത് മുക്കിയച്ച് തിരിച്ചെടുത്താൽ, യേശുവിൻ്റെ രക്തത്തിൽ മുക്കിയാൽ തിരിച്ചെടുത്താൽ അത് റെഡ് ആകുമല്ല, വൈറ്റ് ആവും. പറയുക, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായാലും ഞാൻ അതിനെ വെളുപ്പിച്ചു തരാം. കണ്ടോ, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. നിന്റെ എല്ലാ കുറവുകളും സ്വീകരിച്ച് നിന്നെ ഏറ്റെടുത്ത് നിന്റെ പാപത്തെ കഴുകി. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നത് 3 മേഖലകളിലാണ്. എന്തുവാ ശുദ്ധീകരിക്കപ്പെടുന്നത്? ഒന്നാമത് ശുദ്ധീകരിക്കപ്പെടുന്ന ബൈബിളിൽ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അവനവൻ്റെ തെറ്റ് ഏറ്റു പറയണം. ആരോടാ? ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ എന്തു ചെയ്യും? ശുദ്ധീകരണം ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞ, ലംഘനം മറച്ചു വെക്കുന്നവന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ എന്തോ ലഭിക്കും? ഹല്ലേലൂയ. അപ്പം ചിലതൊക്കെ ദൈവത്തോട് ഏറ്റു പറയണം. രണ്ടാമതൊരാളെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശുദ്ധീകരിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ രക്തം. ഞാൻ ഈ ആരാധനകളിൽ വന്നിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മളിൽ ശുദ്ധീകരണം നടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2000 വർഷം മുമ്പ് കാൽവറിയുടെ കുലമരത്തിൽ ആ രക്തം കർത്താവ് ഊറ്റി. നമ്മൾ ബൈബിൾ പഠിക്കുമ്പം യേശു പാപം ചെയ്തിട്ടില്ല. കാരണം യേശു നമ്മളെപ്പോലെ നമ്മുടെ പിതാവായ ആദാമ്യ കുടുംബത്തിലുള്ള പാപം ക്രിസ്തുവിനില്ല. കാരണം ക്രിസ്തുവിൻ്റെ ജനനം പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. എന്ന് പറഞ്ഞാൽ പുരുഷ ബന്ധമില്ലാതാണ് ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തു ജനിച്ചത്. അതെന്തിനാ? നിന്റെ പാപം പരിഹരിക്കുവാൻ. ഒരു പാപമില്ലാതെ ഒരുവൻ ജനിക്കണം. അവൻ്റെ പേരാ യേശു. നിങ്ങൾ ശ്രദ്ധിക്കണം, യെശയ്യാവ് എഴുതി വെച്ചു, നമ്മുടെ എല്ലാവരുടെ അകൃത്യം, അതായത് നീ ചെയ്തു കൂട്ടുന്നതും നാളെ ചെയ്യാനിരിക്കുന്നതുമായ മുഴുവൻ അകൃത്യം കൂടെ എന്തു ചെയ്തു? പുത്രൻ്റെ മേലോട്ട് ചുമത്തി. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശി കയറി ആകാശത്തിനും ഭൂമിക്കും നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ കൈകൾ വിരിച്ച് അവൻ കടന്നു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, അവസാനത്തുള്ളി രക്തം വരെ പുത്രൻ ഊറ്റി. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, വായിക്കേണ്ട. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിൻ്റെ അടുക്കലല്ലയോ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നും ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് മനസ്സിലാക്കി തരാം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. അത് തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ പറ. എത്ര രക്തം കുടിച്ചിട്ടും കലി തീരാത്ത രക്തദാഹിയായ പിശാച് ഈ തിരുവല്ലായുടെ മണ്ണിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ അവനെ തകർക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് കാൽവറിയിലെ രക്തമാണ്. അതുകൊണ്ട് ദൈവമക്കളൊക്കെ യോഗത്തിന് വരുമ്പം കൂടെ പറയുന്ന യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാൽ ആ ബ്ലഡ് കുറച്ച് താഴെ വീഴും. ഇന്ന് രാവിലെ എൻ്റെ ശരീരം കുറച്ച് മുറിഞ്ഞു, ആ ഭാഗത്തുനിന്ന് കുറച്ച് ബ്ലഡ് താഴെ വീണു. നിങ്ങൾ എന്നെ ഒന്ന് നോക്കണം. ഞാൻ ലാബിൽ പോയി
അവരെ വിളിച്ചുകൊണ്ട് വന്ന് സിറിഞ്ചിനകത്ത് ആ ബ്ലഡ് തിരിച്ച് എൻ്റെ വെയിനിൽ കയറ്റത്തില്ല. കേട്ടുവോ? കൊള്ളുകയില്ല. പിന്നെ എന്നാൽ ഞാൻ പറയാം, 2000 വർഷമായിട്ടും ഈ കട്ട പിടിക്കാത്തൊരു ബ്ലഡ് ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നോക്കിയേ, യേശുക്രിസ്തുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അവൻ്റെ മുഖത്തെ റോമൻ നാണയത്തൊട്ടുകൾ ചേർത്ത് പിടിച്ച് പറിച്ചു പോരുമ്പം മാംസം കൂടെ പറഞ്ഞു പോന്നേ. ജോസിഫസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ തൻ്റെ എഴുത്തുകൾക്കകത്ത് വിവരിക്കുന്നൊരു കാര്യമുണ്ട്. പീലാത്തോസിൻ്റെ കൽത്തളത്തിൽ യേശുവിനെ വില്ല് പോലെ വളച്ചു കെട്ടി, കുതിരയുടെ തുവലുണങ്ങി ചെറിയ നാരുകളായി കീറി അതിനറ്റത്തൊരു മുൾക്കൊളുത്തുകളും വെച്ച് കെട്ടിയർ അവർ വാരി യേശുവിനെ പുറത്തടിച്ചു. തിരിച്ചു പിടിക്കുമ്പോൾ ആ ചങ്ങലയിൽ മാംസം പറഞ്ഞു വരിക. അത് ഒരു ഡിഷിനകത്ത് കഴുകും, പിന്നെ അടിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കണ്ട പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു, അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടു. എന്തിനാണ്? ഒരു പാപം ചെയ്യാത്തവൻ ഈ ശിക്ഷ ഏറ്റത് നിന്നെ എന്നെ രക്ഷിക്കാനാണ്. ഞാനൊരു കൊച്ചു സംഭവം ഇതിനിടയ്ക്കൊന്ന് പറയാം. ക്രൂശും എടുത്തുകൊണ്ട് ഗോൽഗോഥായിലേക്ക് നടന്നു വരുന്ന വഴിക്ക് യേശുവിൻ്റെ ദേഹം മുഴുവൻ ചോര. നിങ്ങൾ ശ്രദ്ധിക്കണം, ജോസിഫസിൻ്റെ എഴുത്തുകൾക്കകത്ത് എഴുതിയിട്ടുണ്ട്, പാലസ്തീനിലെ കൂർത്ത മുള്ളുകൾ തലയിൽ വെച്ച കിരീടത്തിൽ ചാട്ടവാറിൻ്റെ അടിയൂടെ വീണപ്പം ആ മുള്ള് താഴോട്ട് വന്ന് ഒരു കണ്ണ് തുളച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി അതിൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നെന്ന ഒരു എഴുത്തുകാരൻ്റെ അവതരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. കണ്ടാൽ ആളല്ലാത്ത രൂപമുള്ള ക്രിസ്തു ഒരു ക്രൂശ് എടുത്തുകൊണ്ട് വന്നപ്പം നടക്കാൻ ക്രാണിയില്ലാതെ താഴെ വീണു. ഇനിയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അന്നേരമാണ് കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന ഒരുവൻ, ആയുസിൽ മാറാത്ത കഷ്ടകാലം നീങ്ങാത്തൊരുത്തൻ, പണി കഴിഞ്ഞ് തൂമ്പായും ചുമന്നുകൊണ്ട് വരിക. ഒരു പട്ടാളക്കൻ വന്നിച്ച് പറഞ്ഞു, ദേ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. അവൻ ചോദിച്ചു, എന്നെ എന്തിനാ? നിൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ കണ്ട വഴി ക്രൂശുമായി കിടക്കുന്നു, നീ അത് ചുവന്ന് അക്കരെ എത്തിക്കണം. അവൻ നോക്കിയപ്പം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുവൻ, ഗദരദേശത്തെ ഭൂതത്തെ അഴിച്ചുവിട്ടവൻ, 38 വർഷം ബെത്സയിദ കുളക്കലെ കിടന്നവനെ സൗഖ്യമാക്കിയവൻ, ഞങ്ങൾ എന്തുമാത്രം അത്ഭുതങ്ങൾ കേട്ടവൻ വഴി കിടക്കുക. അവൻ മുട്ടയിലങ്ങോട്ടിരുന്ന് എൻ്റെ ഭാഗമാണ് ആ ക്രൂശിൻ്റെ അറ്റത്തെ തൻ്റെ തോളയിലോട്ടൊന്ന് എടുത്തു വെച്ചു. യേശുവിന് മനസ്സിലായി, ആരോ എൻ്റെ ക്രൂശിന്മേൽ ആ ഇച്ചിരി ഭാരം എടുത്തിട്ടുണ്ട്. വിതിൻ സെക്കൻഡുകളെ നിന്നുള്ളൂ. യേശു നോക്കി വെച്ച് പറഞ്ഞു, വേണ്ട ഞാൻ എടുത്തോളാം. അങ്ങോട്ട് പോകുന്ന സമയത്ത് തോളെ പറ്റിയ ചോര കൈകൊണ്ട് ഇങ്ങനെ വാരി അവൻ കളഞ്ഞേച്ച് പോയ വഴിക്ക് തോട്ടിലിറങ്ങി ഒരു കുളിയും കുളിച്ചു വീട്ടിൽ ചെന്നു. സ്വതന്ത്രം. ഭാര്യ അവൻ ചോദിച്ചു, ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ സ്മെല്ല് തിരിച്ചറിയാവുന്ന ഭാര്യ ചോദിച്ചു, ഹേ മനുഷ്യ, ഇതുവരെ ഇല്ലാത്ത ഒരു സ്മെല്ലെൻ്റെ നിൻ്റെ ദേഹത്ത്. അവൻ പറഞ്ഞു, ഞാൻ വന്ന വഴിക്കൊരു കാഴ്ച കണ്ടു. അതെന്താ കാഴ്ച? നമ്മൾ കേട്ടിട്ടില്ലേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ. ഉണ്ട്. ഭൂതഗ്രസ്തനെ കേട്ടിട്ടില്ലയോ? അവനെ ഞാൻ വഴിയിലൊന്ന് കണ്ടു. എന്നിട്ട് അവൻ ക്രൂശ് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ആ ക്രൂശ് മുഴുവൻ ചോരയായിരുന്നു. ഞാൻ ഒന്ന് ചുമക്കാൻ തോള് കൊടുത്തതാ, എൻ്റെ തോള് മുഴുവൻ ചോരയായി. ആ സ്ത്രീ പറഞ്ഞു, പോയി കുളിക്ക് മനുഷ്യ. അവൻ തോട്ടിലിറങ്ങി 1000 വട്ടം മുങ്ങിക്കുളിച്ചു. തിരിച്ചു വന്നിട്ടും സ്ത്രീ പറയുക, ആ രക്തത്തിൻ്റെ സ്മെല്ല് പോകുന്നില്ല. അല്പകാലം കഴിഞ്ഞപ്പം ബൈബിളിൽ എഴുതി, ഈ ക്രൂശ് എടുത്തവൻ്റെ സന്തതി ക്രിസ്തുവിൽ പ്രസിദ്ധരായി. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? അവരോട് ചോദിച്ചു, ഈ സൗഭാഗ്യമെല്ലാം നിൻ്റെ അപ്പനും നിൻ്റെ വല്യപ്പനുമില്ല, നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ വല്യമ്മയ്ക്കുമില്ല. അപ്പനില്ലാത്ത, അമ്മയ്ക്കില്ലാത്ത, വല്യപ്പനില്ലാത്ത, വല്യമ്മയ്ക്കില്ലാത്ത ഈ സൗഭാഗ്യം എന്നാ തുടങ്ങിയ? ഉത്തരം, എൻ്റെ വീട്ടിൽ എന്നാ രക്തം വന്നോ? ഓ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ചലിപ്പിക്കുന്ന രക്തം, യേശുവിൻ്റെ നാമത്തിൽ. ധന്യനായ പൗലോസ് സഭയെക്കുറിച്ച് പറഞ്ഞൊരു വെളിപ്പാട് കേൾക്കണോ? പൗലോസ് പറയുക, സ്തോത്രം, നീ കൂടുന്ന സഭ ബിൽഡിംഗ് അല്ല, റെന്റഡ് കെട്ടിടമല്ല, നീ പണിത AC ഹോളല്ല. ഈ സഭയുടെ പിമ്പിൽ ഒരാളുടെ രക്തമാ, തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. നീയും ഞാനും അവൻ്റെ രക്തത്തിൻ്റെ വിലയാ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന ആടിൻ്റെ കയറെ പിടിച്ച് ആരാധനയ്ക്ക് പോകേണ്ട നിന്നെ മാന്യമായ വസ്ത്രം ധരിപ്പിച്ച് ഈ യോഗത്തിൽ കൊണ്ടുവന്നത് ഈ രക്തമാ.